കേരളത്തിൽ ഒരു സ്വതന്ത്ര പൊതുസമൂഹം ഉയർന്നു വന്നിട്ടുണ്ട്. ആ പൊതുസമൂഹത്തിൽ കോൺഗ്രസിലുള്ളവരുണ്ട്, CPM-ലുള്ളവരുണ്ട്, ഇത് രണ്ടിലും ഇല്ലാത്തവരുണ്ട്, പഴയ VS ഗ്രൂപ്പുകാരുണ്ട്. ഞാൻ പറഞ്ഞ് ഒരു പൊതുസമൂഹം, വിജിലൻ്റായ ഒരു പൊതുസമൂഹം കേരളത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അവരാണ് കേരളത്തിൽ വ്യാപകമായ കൊടുങ്കാറ്റ് പോലെ ഈ 102 സീറ്റിലേക്ക് എത്തിച്ചത്. സ്വന്തം മുന്നണിയിൽ ചർച്ച ചെയ്തില്ല, പാർട്ടിയിൽ ചർച്ച ചെയ്തില്ല, മന്ത്രിസഭയിൽ ചർച്ച ചെയ്തില്ല, നേരെ പോയി തലയിൽ മുണ്ടിട്ട് പോയി ഒപ്പിട്ടു. ഒപ്പിടുന്നതിൻ്റെ തലേ ദിവസം ഒരു വലിയ ലേഖനം എഴുതി ചിന്താവാരികയിൽ. ശിവൻകുട്ടി PM ശ്രീ കാവ്യവൽക്കരണത്തിൻ്റെയും സംഘീവൽക്കരണത്തിൻ്റെയും ഒക്കെ വലിയ സംഗതിയാണ്, സ്വകാര്യവൽക്കരണമാണ്, അതൊരിക്കലും അനുവദിക്കാൻ പാടില്ല. പിറ്റേ ദിവസം പോയി ഒപ്പിട്ടു. ഒപ്പിട്ട കാര്യം പാർട്ടി സെക്രട്ടറിക്ക് പോലും അറിയില്ല. 24 ഒപ്പിട്ട് കഴിഞ്ഞ് പിണറായി വിജയൻ പറഞ്ഞു കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം മാറും, വിപ്ലവകരമായ മാറ്റം ഉണ്ടാകും, നമ്മൾ PM ശ്രീ ഒപ്പിട്ടത്, നമുക്ക് ഒരുപാട് ഫണ്ട് വരും, ഇവിടെ ഒരുപാട് ആകെ ബഹളാവും എന്നൊക്കെ പറഞ്ഞു. അന്ന് നമ്മളെ എതിർത്തു. തെറ്റാണ്, PM ശ്രീ വന്നുകൊണ്ട് കേരളത്തിൽ ഒരു ചുക്കുണ്ടാവാൻ പാടില്ല. PM ശ്രീയുടെ കാര്യത്തിൽ ഒരു കാരണവശാലും ആ പരിപാടിയുമായി മുമ്പോട്ട് പോകില്ല എന്ന് തന്നെ കേരളം തീരുമാനിക്കണം. അതിൻ്റെ രാഷ്ട്രീയ കോൺസിക്വൻസ് എന്തായാലും നേരിടണം, നിയമപരമായി നേരിടണം. അത് ഇടതുപക്ഷം പറയുന്നതുകൊണ്ടല്ല, ഇടതുപക്ഷം വഞ്ചന നടത്തി എന്നുള്ളത് ശരിയാണ്, പക്ഷെ അത് വലതുപക്ഷത്തിന് വഞ്ചന നടത്താനുള്ള ന്യായമല്ല. LDF സർക്കാരിന് ഏറ്റവും വലിയ തിരിച്ചടി കേരളം അല്ലെങ്കിൽ വലിയൊരു പരാജയത്തിലേക്ക് എത്തിച്ചതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് മുന്നണി മര്യാദ പോലും പാലിക്കാതെ CPI പോലെ അറിയിക്കാതെ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതാണ്. അന്നത്തെ പ്രതിപക്ഷവും നിലവിലെ ഭരണപക്ഷവുമായിട്ടുള്ള ഐക്യ ജനാധിപത്യ മുന്നണി ശക്തമായി എതിർത്തു. ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ ഒരിക്കലും PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് പറയുകയും അധികാരത്തിലേക്ക് എത്തുമ്പോൾ ആ നിലപാടിലും നയങ്ങളിലൊക്കെ ചെറിയൊരു ഇളവാകാമെന്ന രീതിയിലേക്ക് പോയില്ലേ? അത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമാണോ? ഒരു കാലത്തുമല്ല. കേരളത്തിൽ PM ശ്രീ എന്ന പദ്ധതി നടപ്പാക്കേണ്ടതില്ല എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ്. ശക്തമായി കേരളത്തിൽ ഈ സതീശൻ സർക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി, കേരളത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ വിജയം കേവലം കോൺഗ്രസിൻ്റെയോ UDF-ൻ്റെയോ വിജയം മാത്രമായിരുന്നില്ല. കേരളത്തിൽ ഒരു സ്വതന്ത്ര പൊതുസമൂഹം ഉയർന്നു വന്നിട്ടുണ്ട്. ആ പൊതുസമൂഹത്തിൽ കോൺഗ്രസിലുള്ളവരുണ്ട്, CPM-ലുള്ളവരുണ്ട്, ഇത് രണ്ടിലും ഇല്ലാത്തവരുണ്ട്, പഴയ VS ഗ്രൂപ്പുകാരുണ്ട്. ഞാൻ പറഞ്ഞ് ഒരു പൊതുസമൂഹം, വിജിലൻ്റായ ഒരു പൊതുസമൂഹം കേരളത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അവരാണ് കേരളത്തിൽ വ്യാപകമായ കൊടുങ്കാറ്റ് പോലെ ഈ 102 സീറ്റിലേക്ക് എത്തിച്ചത്. അല്ലെങ്കിൽ ഒരു പക്ഷേ പിണറായി വിജയനോടുള്ള ദേഷ്യം കൊണ്ട് 75-80 സീറ്റിൽ UDF ഒതുങ്ങുമായിരുന്നു. പക്ഷേ വളരെ വിജിലൻ്റായ ഒരു പൊതുസമൂഹം നിരവധി വിഷയങ്ങളിൽ, അത് ശബരിമലയാവാം, അതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് PM ശ്രീ എന്തുകൊണ്ടാണ് എതിർത്തത് എന്ന് വളരെ കൃത്യമായ ധാരണയുണ്ട്. PM ശ്രീ നടപ്പാക്കരുത് എന്ന്. അത് രണ്ട് രീതിയിലുണ്ട്. ഒന്ന് അതിൻ്റെ കണ്ടന്റ് ഉണ്ട്, ഒന്ന് അത് കൊണ്ടുവന്ന രീതിയുണ്ട്. നേരത്തെ സവർണിക പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സ്വന്തം മുന്നണിയിൽ ചർച്ച ചെയ്തില്ല, പാർട്ടിയിൽ ചർച്ച ചെയ്തില്ല, മന്ത്രിസഭയിൽ ചർച്ച ചെയ്തില്ല, നേരെ പോയി തലയിൽ മുണ്ടിട്ട് പോയി ഒപ്പിട്ടു. ഒപ്പിടുന്നതിൻ്റെ തലേ ദിവസം ഒരു വലിയ ലേഖനം എഴുതി ചിന്താവാരികയിൽ. ശിവൻകുട്ടി PM ശ്രീ കാവ്യവൽക്കരണത്തിൻ്റെയും സംഘീവൽക്കരണത്തിൻ്റെയും ഒക്കെ വലിയ സംഗതിയാണ്, സ്വകാര്യവൽക്കരണമാണ്, അതൊരിക്കലും അനുവദിക്കാൻ പാടില്ല. പിറ്റേ ദിവസം പോയി ഒപ്പിട്ടു. ഒപ്പിട്ട കാര്യം പാർട്ടി സെക്രട്ടറിക്ക് പോലും അറിയില്ല. CPI-ക്കാർ മന്ത്രിസഭയിലിരുന്ന് ചോദിച്ചു ഇത് വേണം, അപ്പോൾ സമ്മതിച്ചില്ല. അപ്പോൾ ജനാധിപത്യ വിരുദ്ധമായി, നിയമവിരുദ്ധമായി തന്നെ ഞാൻ പറയും, ക്യാബിനറ്റിൻ്റെ അനുമതി ഇല്ലാതെ പോയി ഒപ്പിട്ടു. CPI അതിനെതിരായിട്ട് കുറച്ച് ബഹളം ഉണ്ടാക്കി. തൽക്കാലം നവംബർ 12 ഒരു കത്തയച്ചു. കുറേ ബഹളം ഉണ്ടാക്കിയിട്ട് കത്ത് എന്താ കൊടുക്കാത്തതെന്ന് ചോദിച്ചു, പത്രക്കാർ ചോദിച്ചു. അവസാനം ഒരു കത്ത് പേരിന് അയച്ചു. വാസുകി എന്ന് പറയുന്ന IAS ഉദ്യോഗസ്ഥ അയച്ചു. അതിൽ PM ശ്രീ നടപ്പാക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല, PM ശ്രീയുടെ ആശങ്കകളെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഒരു മന്ത്രിസഭ ഉപസമിതി ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ആ ഉപസമിതി റിപ്പോർട്ട് വരുന്നവരെ കെപ്റ്റ് ഇൻ അബയൻസ് നിൽക്കണമെന്നും ആണ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് പോയി. 2010 നവംബറിലാണ്. മാർച്ചിലാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. ഏപ്രിൽ ഇലക്ഷൻ നടന്നു. ഒന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇലക്ഷൻ്റെ മുഴുവൻ കാലത്തും ഈ UDF-ഉം പ്രത്യേകിച്ച് മുസ്ലിം ലീഗും ഈ പൊതുസമൂഹവും ശക്തമായി PM ശ്രീക്ക് എതിരായിരുന്നു. അതിന് കാരണം അതിൻ്റെ കണ്ടന്റാണ്. അതിൻ്റെ രണ്ടാമത്തെ ഭാഗം. അതിൻ്റെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രധാന പ്രശ്നം 2027 മാർച്ചിൽ തീരുന്ന ഒരു പദ്ധതിയായിരുന്നു. ഒരു വർഷം ഇല്ല ഇനി അത്. അതിലെ ഈ ക്യാച്ച് എന്ന് പറയുന്നത്, ആളുകളെ പിടിക്കുന്ന എര എന്ന് പറയുന്നത്, ഒരു ബ്ലോക്കിലെ 2 സ്കൂൾ ഹൈടെക് ആക്കും, അതിന് കുറേ ഫണ്ട് കൊടുക്കും.
സാധാരണ ഫണ്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ എല്ലാ സർക്കാരുകളും വീഴും, കാരണം ഫണ്ട് കിട്ടുമല്ലോ, ഫണ്ട് കിട്ടാനില്ല. പക്ഷെ അതിൻ്റെ കൂടെ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അത് വിദ്യാഭ്യാസത്തെ പുതിയ NEP 2020 എന്ന് പറയുന്ന പുതിയ വിദ്യാഭ്യാസ നയം അത് നടപ്പാക്കും എന്നാണ് ആദ്യത്തെ ക്ലോസ്. ഇപ്പം ശിവൻകുട്ടിയും പിണറായി വിജയനും സ്വരാജും ഒക്കെ ഇരുന്നിട്ട് അത് ഞങ്ങൾ കണ്ടില്ല, അല്ലെങ്കിൽ അത് ഞങ്ങൾ റദ്ദാക്കാൻ വേണ്ടി ഒപ്പിട്ട കരാറാണ് എന്നൊന്നും നമ്മളെ പറഞ്ഞ് പറ്റിക്കണ്ട. നന്നായിട്ട് അറിയായിരുന്നു NEP. ഇനി അത് മാത്രമല്ല, NEP ഇവിടെ നടപ്പാക്കിയെന്ന് ഇതിന് മുമ്പ്, ഇത് ഒപ്പിടുന്നതിന് മുമ്പ് നടപ്പാക്കി. കേരളത്തിലെ 4 വർഷ ഡിഗ്രി എങ്ങനെ വന്ന് ഒരുപാട് കാര്യങ്ങൾ, ഞാൻ ഒരു ഉദാഹരണം എല്ലാവർക്കും മനസ്സിലാവേണ്ട ഒരു ഉദാഹരണം 4 വർഷമാണ്. പിന്നെ ഗവേഷണ സ്ഥാപനങ്ങളുടെ ഒക്കെ ഉണ്ട്. ഏതായാലും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ബിന്ദു മന്ത്രിയായിരിക്കുമ്പോൾ തന്നെ NEP നടപ്പാക്കിയിട്ടുണ്ട്. പക്ഷേ അപ്പം അതുകൊണ്ട് മാത്രമല്ല, പിറ്റേ ദിവസം 24 ഒപ്പിട്ട് കഴിഞ്ഞ് പിണറായി വിജയൻ പറഞ്ഞു കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം മാറും, വിപ്ലവകരമായ മാറ്റം ഉണ്ടാകും, നമ്മൾ PM ശ്രീ ഒപ്പിട്ടുണ്ട്, നമുക്ക് ഒരുപാട് ഫണ്ട് വരും, ഇവിടെ ഒരുപാട് ആകെ ബഹളാവും എന്നൊക്കെ പറഞ്ഞു. അന്ന് നമ്മളെ എതിർത്തു, തെറ്റാണ്, PM ശ്രീ വന്നുകൊണ്ട് കേരളത്തിൽ ഒരു ചുക്കുണ്ടാവാൻ പാടില്ല. പിന്നെ സ്കൂളുകളുടെ ഹൈടെക് ആക്കൽ, അതിവിടെ ഒരു PM ശ്രീ ഇല്ലാണ്ട് നമ്മളൊക്കെ പല സ്കൂൾ ഹൈടെക് ആക്കി. ഇഷ്ടംപോലെ സ്കൂളുകൾ കേരളത്തിൽ ഹൈടെക് ആക്കിയിട്ടുണ്ട്, PTA ഒക്കെ ചെയ്തിട്ടുണ്ട്, ഫിലാന്ത്രോപ്പി ചെയ്തിട്ടുണ്ട്, CSR ഫണ്ട് പലതും ചെയ്തിട്ടുണ്ട്. അത് വേണേ ചെയ്യാം, അത് ചെയ്യണം. ഞാൻ പറഞ്ഞ സ്കൂളുകളൊക്കെ നവീകരിക്കണം. ഇപ്പോൾ ബ്ലോക്കിൽ 2 സ്കൂളല്ല, കേരളത്തിലെ എല്ലാ സ്കൂളും പൊതു വിദ്യാലയങ്ങളും നവീകരിക്കണം, സർക്കാർ സ്കൂളും എയ്ഡഡ് സ്കൂളും നവീകരിക്കണം. കാരണം പുതിയ കാലത്തിൻ്റെ വിദ്യാഭ്യാസ രീതിയിലേക്ക് കുട്ടികൾ വരണം. പക്ഷെ അതിന് ഈ മറ്റ് കണ്ടീഷൻ വേണ്ട. നിങ്ങൾ ഇതെടുത്താൽ ഇതെടുക്കാന്ന് പറഞ്ഞാൽ ഒന്നെടുത്താൽ രണ്ടാം തരാമെന്ന് പറഞ്ഞാൽ ആ പണി വേണ്ട. അത് മാത്രമല്ല, സെൻട്രൽ ഗവൺമെന്റ് ഫണ്ട് തരുന്ന ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടല്ല ആവരുത്. അതാണല്ലോ തമിഴ്നാട് കേസിന് പോയത്. ബംഗാൾ ഒപ്പിട്ടില്ല, തമിഴ്നാട് കേസിന് പോയി. ഇത് വെച്ച് SSKയുടെ ഫണ്ട്, മറ്റേ വേറെ ഫണ്ട്, കേന്ദ്രം സംസ്ഥാനത്തിന് തരുന്ന ഫണ്ടൊക്കെ ഇത് ഒപ്പിട്ട് തടഞ്ഞു വെച്ചിരിക്കുന്നു. കോടതി പറഞ്ഞല്ലോ, കൊടുക്കാൻ പറഞ്ഞല്ലോ. ഇതുമായിട്ട് എന്ത് ബന്ധം? ഓക്കെ, PM ശ്രീ ഒപ്പിട്ടില്ലെങ്കിൽ സ്കൂളുകളുടെ ഫണ്ട് ഇല്ലാണ്ടാക്കുന്നു മനസ്സിലാവും. സ്കൂളുകളുടെ ഫണ്ട് അതിനുള്ളതാണ് നിങ്ങൾ. പക്ഷേ ബാക്കി ഇങ്ങനെ ഫണ്ട് കൊടുക്കാതിരിക്കുക, SSK ഫണ്ടോ മറ്റു ഫണ്ടുകളോ കൊടുക്കണ്ടേ? കാരണം വിദ്യാഭ്യാസം കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടിന് കൃത്യമായ അർഹതയുള്ളതല്ലേ കേരളത്തിലെ ജനങ്ങൾ, അത് കിട്ടണ്ടേ? അത് ഫെഡറൽ സംവിധാനത്തിന് എതിരാണെന്നാണ് തമിഴ്നാട് കേസിന് പോയത്. തമിഴ്നാട് ഇത് മാത്രമല്ല, നീറ്റ് അടക്കമുള്ള നിരവധി വിഷയങ്ങളിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിനെതിരായ ഭാഷ ഒക്കെ തമിഴ്നാട് ശക്തമായി നിലപാടെടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഘട്ടത്തിലാണ് ഇവിടെ പോയി ഒപ്പിട്ടത്, ഒളിച്ചുപോയി. അതവിടെ നിൽക്കട്ടെ. അതിനെ എതിർത്ത ഇതൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് UDF അധികാരത്തിൽ വന്നത്. UDF അധികാരത്തിൽ വന്ന് ആര് ചോദിക്കാതെ തന്നെ സതീശൻ പറയാണ് PM ശ്രീ നടപ്പാക്കുക. ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്, ഇത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അല്ല, പ്രതിപക്ഷത്തായിരിക്കുമ്പോ KM ഷാജി അടക്കം പറഞ്ഞു ഇതെടുത്ത് കടലിലേക്ക് എറിയുമെന്ന്. ഇപ്പൊ അദ്ദേഹം മന്ത്രിയാണ്. അദ്ദേഹം ഇപ്പൊ പറയുന്നത് പ്രസംഗിക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ പ്രസംഗിക്കുന്ന സമയത്ത് പറയുന്ന എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കാൻ കഴിയുമെന്ന്. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യമുണ്ട്, പ്രതിപക്ഷം പല വിഷയങ്ങളിൽ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട് നേരത്തെ പ്രതിപക്ഷമായിരുന്ന സമയത്ത്. അപ്പോ ആ വിഷയങ്ങളിലൊക്കെ മലക്കം അറിയുമോ എന്നൊരു ചോദ്യം ജനങ്ങൾ ചോദിക്കില്ലേ? ഷുവറായിട്ടുണ്ട്. ഇത് വളരെ രാഷ്ട്രീയമായ ഒരു വിഷയമാണ്. ഇത് കേവലം നിയമത്തിന്റെ ഒരു വിഷയമല്ല. ഇപ്പൊ അറബിക്കടലിൽ എറിഞ്ഞില്ലെങ്കിൽ കൊച്ചി കായലിൽ എറിഞ്ഞാൽ മതി, നമുക്ക് വിരോധം. പക്ഷേ എവിടെയെങ്കിലും എറിയണം, അതാണ് പ്രശ്നം. അതെറിയാതിരിക്കുന്നിടത്തോളം തൻ്റെ വാക്കിൽ നിന്ന് പുറകോട്ട് പോകുന്നു എന്ന് തന്നെയാണ് അതിനർത്ഥം. ഇപ്പോൾ വേറൊരു ഉപസമിതിയെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഉപസമിതിയെ വെക്കാതിരിക്കുക, അവരെന്തെങ്കിലും ചെയ്തോട്ടെ. ഈ PM ശ്രീ ഫണ്ട് വാങ്ങിയാലും എങ്ങനെ NEP നടപ്പാക്കാതിരിക്കാമെന്ന് ആലോചിക്കണമെന്ന് നോക്കിയാണ്. എനിക്കതിലൊന്നും യാതൊരു വിശ്വാസവും. അത് കണ്ണിൽ പൊടിയിടുന്ന ഒരു അന്വേഷണ കമ്മീഷനും അല്ലെങ്കിൽ സബ് കമ്മിറ്റിക്ക് അവരൊരു സബ് കമ്മിറ്റിയാണ്. അതൊന്നും ഇതിൽ കാര്യമില്ല. ഇവിടെ കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ട അതിൽ പിന്മാറാൻ വ്യവസ്ഥയില്ല, സത്യമാണ്. കാരണം ആ കരാർ റദ്ദാക്കാൻ ഏകപക്ഷീയമായി കേന്ദ്രത്തിന് അധികാരമുള്ളൂ, അതും ക്ലിയറാണ്. റദ്ദാക്കാനൊന്നും ഒരാൾക്കും അധികാരമില്ല. പിന്നെ ചെയ്യാവുന്നൊരു കാര്യം നടപ്പാക്കാതിരിക്കുക എന്നുള്ളതാണ്. നടപ്പാക്കാതിരിക്കാൻ സർക്കാരിന് കഴിഞ്ഞ സർക്കാർ കൊടുത്തു വന്നപ്പോൾ ഈ സർക്കാരിന് പറയാം അവർ സബ് കമ്മിറ്റി വെച്ചില്ല. ഞങ്ങളിതാ ഒരു സബ് കമ്മിറ്റി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഈ സബ് കമ്മിറ്റി വെച്ചിട്ട് PM ശ്രീ നടപ്പാക്കാൻ ഇത് നടപ്പാക്കാൻ പറ്റില്ല എന്നാണ് ഞങ്ങളുടെ തീരുമാനം. ഞങ്ങളുടെ സ്കൂളുകൾക്കുള്ള ഫണ്ടുകൾ എന്ന സ്കൂൾ ഞങ്ങൾ ചെയ്തോളാം. അത് PM ശ്രീ ആ പേരല്ലല്ലോ വിഷയം. ഒരു ബ്ലോക്കിൽ 2 സ്കൂൾ വെച്ച് നിങ്ങൾ തന്ന ഫണ്ട് ഞങ്ങൾ ചെയ്തോളാം. സ്കൂൾ അപ്ഗ്രേഡ് ചെയ്യാൻ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ, ഞങ്ങൾക്കൊരു വിരോധമില്ല എന്നാണ് സതീശൻ സർക്കാർ പറയേണ്ടത്. അങ്ങനെ തരില്ല എന്ന് പറഞ്ഞാൽ നിയമപരമായ പരിഹാരം തരും. കാരണം കേരളത്തിലെ സ്കൂളുകൾ വികസിപ്പിക്കുന്നതിന് ഇങ്ങനൊരു കരാറിൽ ഒപ്പിടണം എന്ന് പറയുന്നത് തെറ്റായൊരു കാര്യമാണ്. ഞങ്ങൾ ഈ കരാർ നടപ്പാക്കാൻ പോകുന്നില്ല, ഞങ്ങൾക്ക് ഫണ്ട് തരണം എന്ന് പറഞ്ഞാൽ കേന്ദ്രം എന്ത് മറുപടി പറയും നോക്കട്ടെ. സമയമുണ്ടല്ലോ ഇവർക്ക്. ഇനിയിപ്പോൾ അങ്ങേറ്റം പോയാൽ അടുത്ത മാർച്ച് കഴിയുമ്പോൾ ഈ ഫണ്ട് തീരുകയും ചെയ്യും. അപ്പോൾ ഇപ്പം തന്നെ ഇത് ഒപ്പിട്ടുകൊണ്ട് ഇതിനുള്ള ഫണ്ടൊക്കെ 1 വർഷത്തിനകത്ത് കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം ഫണ്ട് ഒന്നിച്ചല്ല കിട്ടുക, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ്.
ഇപ്പോൾ ഒരു പക്ഷേ സ്കൂൾ വികസനത്തിന് വേണ്ട പ്ലാൻ സമർപ്പിച്ചാൽ ഇത്ര %, അത് കഴിഞ്ഞ് അപ്പോൾ ചിലപ്പോൾ ഇത് പ്ലാൻ സമർപ്പിച്ചുണ്ടായി വരുമ്പോഴേക്കും സമയം കഴിയും, ഫണ്ട് ലാപ്സാവും. സതീശൻ പറയുന്ന ഒരു പ്രധാന പോയിന്റ് ഉണ്ട്, അത് നമ്മൾ അതും കൂടി കണക്കാക്കണം. ഈ ഫണ്ട് വാങ്ങിയില്ലെങ്കിൽ നാളെ CAGയുടെ ഓഡിറ്റ് റിപ്പോർട്ട് വരും. കേരളം ഇത്ര ഫണ്ട് ഉപയോഗിച്ചില്ല, കേന്ദ്രം കൊടുക്കാൻ പോയ ഇത്ര 1000 കോടി രൂപയുടെ ഫണ്ട് കേരളം ഉപയോഗിച്ചില്ല. CAG ഫണ്ട് വരുമ്പോൾ നമുക്ക് രാഷ്ട്രീയമായിട്ട് പറയാം, നിങ്ങൾ ഉപയോഗിച്ചില്ലടോ, ഞങ്ങളത് ഉപയോഗിക്കുന്നില്ല. കാരണം നിങ്ങൾ കണ്ടീഷണലായിട്ടാണ് ഫണ്ട് തരുന്നതെങ്കിൽ കണ്ടീഷണൽ ഫണ്ട് ഉപയോഗിക്കാൻ അതിനുള്ള കണ്ടീഷൻ പറ്റില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് ഉറപ്പായും ചെയ്യാവുന്നത് ക്യാപ്റ്റൻ അബയൻസ് ഉണ്ട്. അങ്ങനെ വെച്ചേക്ക് ഞങ്ങളൊന്നും ചെയ്യുന്നില്ല, നിങ്ങളുടെ സ്കൂളിലുള്ള ഫണ്ട് തന്നേക്ക്, മറ്റു കാര്യങ്ങളുടെ ഫണ്ടൊക്കെ തന്നേക്ക്, തരണം, അത് നമുക്ക് അവകാശമാണ്. അത് കേന്ദ്രത്തിന്റെ ഔദാര്യമല്ല. ഇപ്പൊ കേന്ദ്രത്തിന്റെ ഫണ്ട് ഇനിയിപ്പോ അത് വരാം, കേന്ദ്രത്തിന്റെ ഫണ്ട് വാങ്ങിച്ചു അതുകൊണ്ട് സംഖ്യയായി, അതൊന്നുമില്ല. കേന്ദ്രം സംഖ്യ ഒന്നും ആവണ്ട, കേന്ദ്രത്തിന്റെ ഫണ്ട് കിട്ടും. തമിഴ്നാടിന് ഫണ്ട് കിട്ടുന്നുണ്ടല്ലോ, ആന്ധ്രയ്ക്ക് ഫണ്ട് കിട്ടുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ തെലങ്കാനയ്ക്ക് കർണാടകയ്ക്ക് ഫണ്ട് കിട്ടുന്നുണ്ട്, പഞ്ചാബിന് ഫണ്ട് കിട്ടുന്നുണ്ട്. ഇപ്പൊ പിണറായി വിജയൻ പറഞ്ഞു ഒരു മണ്ടത്തരമുണ്ട്, പഞ്ചാബ് ഇതിൽ നിന്ന് ഒപ്പിട്ടു പിന്നെ പിൻവാങ്ങി. പക്ഷെ പിന്നെന്തുണ്ടായെന്ന് പിണറായി വിജയൻ പറഞ്ഞില്ല. സത്യത്തിൽ എന്താ പറ്റിയത്? അവർ പിൻവാങ്ങി കഴിഞ്ഞപ്പോൾ കേന്ദ്രം ഫണ്ടുകളൊക്കെ തടഞ്ഞു വെച്ചു. അവസാനം നിവൃത്തിയില്ലാണ്ട് അവർ വീണ്ടും നടപ്പാക്കാൻ തുടങ്ങി. അതാണ് പ്രശ്നം. അതിൽ വരരുത്, അങ്ങനെ ഒരു അവസ്ഥയിൽ വരരുത്. PM ശ്രീ നടപ്പാക്കുന്നില്ല. ഞങ്ങൾക്ക് നടപ്പാക്കാൻ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഞങ്ങൾ നടപ്പാക്കുന്നില്ല. ഫണ്ട് തരണി തന്നോ, തരണി തരണ്ട, ഞങ്ങൾ കോടതിയിൽ പോയി മേടിച്ചോളാം എന്ന്. അതാണ് രാഷ്ട്രീയ നിലപാട്. കാരണം ഇത് നിയമം മാത്രമല്ല. ഞാൻ പറയും, ഇപ്പം LDF പറഞ്ഞൊരു കാര്യമുണ്ട് മുമ്പ്, വിഴിഞ്ഞം കരാർ ഒപ്പിട്ടു, എല്ലാം അത് തെറ്റാന്ന് പറഞ്ഞു. അവസാനം വന്നപ്പോൾ വിഴിഞ്ഞം കരാർ അവർ നടപ്പാക്കി, അപ്പോൾ അവരുടെ കരാറായത്. പക്ഷെ അതല്ല കേരളത്തിൽ PM ശ്രീയുടെ കാര്യത്തിലുള്ളത്. PM ശ്രീയുടെ കാര്യത്തിൽ ഒരു കാരണവശാലും ആ പരിപാടിയുമായി മുമ്പോട്ട് പോകില്ല എന്ന് തന്നെ കേരളം തീരുമാനിക്കണം. അതിൻ്റെ രാഷ്ട്രീയ കോൺസിക്വൻസ് എന്തായാലും നേരിടണം, നിയമപരമായി നേരിടണം. അത് ഇടതുപക്ഷം പറയുന്നതുകൊണ്ടല്ല. ഇടതുപക്ഷം വഞ്ചന നടത്തി എന്നുള്ളത് ശരിയാണ്, പക്ഷെ അത് വലതുപക്ഷത്തിന് വഞ്ചന നടത്താനുള്ള ന്യായമല്ല. കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ പിൻബലത്തോടു കൂടി ഇത് പോരാടി ജയിക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയണം. കഴിഞ്ഞില്ലെങ്കിൽ കേരളത്തോട് ചെയ്ത ഒരു വഞ്ചന എന്ന് തന്നെ നമ്മളൊക്കെ പറയും.